കുട്ടികളിലെ കാഴ്ചക്കുറവ് എങ്ങനെയാണ് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്? കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നത് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ആണ്. അതായത് ദൂരെയുള്ളത് കാണാനുള്ള ബുദ്ധിമുട്ട്. അത് കുട്ടികൾ കണ്ണ് തിരുമും ധാരാളമായിട്ട്, പിന്നെ കണ്ണ് ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ് കാണാനില്ല എന്നുള്ള ബുദ്ധിമുട്ട് ടീച്ചേഴ്സിനോടാണെങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ പാരൻസ് നോക്കുമ്പോൾ TV വളരെ അടുത്ത് പോയി എന്ന് കാണുക. അത് കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുട്ടിക്ക് എന്തോ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് അവർ സ്പെക്സ് ചെയ്ത് തരും. ആ സ്പെക്സ് വെക്കുക. അവിടെ ഉള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ സ്പെക്സ് വെച്ചാലും ഇയർലി നമ്മൾ ചെക്കപ്പ് ചെയ്യണം. ഇയർലി നോക്കുമ്പോഴേക്കും പവർ പെട്ടെന്ന് കൂടും. മയോപ്പിയെ തന്നെ പാത്തോളജിക്കൽ മയോപ്പിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയർലി നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് പവർ കൂടി വരും. അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കണ്ടീഷൻ തന്നെയാണ്. അതായത് അവർക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും സ്പെക്സ് വെച്ചാൽ പോലും 6/6 എന്നാണ് നമ്മൾ ഫുൾ വിഷനെ പറയുക. നമുക്ക് ഫുൾ കാണുന്ന ഒരു നോർമൽ വിഷൻ എന്ന് പറഞ്ഞാൽ 6/6 എന്നാണ് നമ്മൾ അതിനെ പറയുക. 6/6 വിഷൻ കിട്ടാതെയാവും സ്പെക്സ് വെച്ചാൽ പോലും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ഈ പവർ കൂടി. പിന്നെ ചിലപ്പോൾ രാത്രി കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. ചിലർക്ക് സ്ക്വിൻ്റായിട്ട് ചില കുട്ടികളിൽ കണ്ടുവരും. പിന്നെ കണ്ണ് കുറച്ച് വലുതാവുന്ന പോലെ ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്ന പോലെ തോന്നാം. ഇതൊക്കെ ത്രൂ ഔട്ട് ഇങ്ങനെ ഹൈ പവർ ഇങ്ങനെ നിന്നാലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിന് ഭയങ്കര തലവേദന അതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് തലവേദനയൊക്കെ ആയിട്ടാണ് തുടങ്ങുക. പക്ഷേ ഇതിങ്ങനെ നിലനിന്നാൽ, ഇത് പാത്തോളജിക്കൽ മയോപ്പിയയിലാണ് അങ്ങനെ കാണാറ്. കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ക്വിൻ്റ് വരാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ആയുർവേദത്തിൻ്റെ കൂടുതൽ പങ്ക് കിടക്കുന്നത്. അതായത് ഇതിങ്ങനെ നിലനിന്ന് പോകുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൽ ഞാൻ പറഞ്ഞില്ലേ റെറ്റിന നമ്മൾ ഇടയ്ക്ക് പരിശോധിക്കണം. ഡയലേറ്റ് ചെയ്ത് റെറ്റിന നോക്കിക്കഴിയുമ്പോൾ റെറ്റിനയ്ക്ക് ഡീജനറേഷൻ സംഭവിക്കും. റെറ്റിനയുടെ പുറം ഭാഗത്തിന് പെരിഫറൽ റെറ്റിനയിൽ ലാറ്റിസ് ഡീജനറേഷൻ എന്നാണ് പറയുക. ആ പെരിഫറൽ ഭാഗമൊക്കെ ഡീജനറേഷൻ സംഭവിക്കും. പിന്നെ ചെറിയ ബ്ലീഡിങ്ങുകൾ കാണും റെറ്റിന നോക്കുമ്പോൾ. അല്ലെങ്കിൽ റെറ്റിനയിൽ ചെറിയ മുറിവ് വരാൻ, റെറ്റിനൽ ടിയർ വരാൻ സാധ്യതയുണ്ട്. അതും അല്ലെങ്കിൽ റെറ്റിന മൊത്തത്തിൽ ഡിറ്റാച്ച്ഡ് ആവാനുള്ള സാധ്യത വരെ ഈ ഒരു കണ്ടീഷൻ പാത്തോളജിക്കൽ മയോപ്പിയ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് നമ്മളിങ്ങനെ പവർ കൂടി വരുമ്പോൾ അങ്ങനെ എക്സ്ട്രീം ആണ് റെറ്റിന ഡിറ്റാച്ച്മെന്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനെ ആദ്യം തന്നെ ആയുർവേദിക് മെഡിക്കൽ സപ്പോർട്ടോട് കൂടി അതിനെ നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും. ഈ പവർ പെട്ടെന്ന് കൂടാതെ ഈ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോവാതെ നമുക്ക് ആയുർവേദത്തിന്റെ സപ്പോർട്ട് ഈ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയായിരിക്കും. നമ്മൾ സ്നേഹപാനം ചെയ്യുക, ശോധനം ചെയ്യുക, തർപ്പണം ഉണ്ടാവും, നസ്യ ഉണ്ടാവും. ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്ക് മരുന്ന് മാത്രമാണ് നമ്മൾ കണ്ടീഷൻസ് അനുസരിച്ച് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിലൂടെ നമുക്ക് പോയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഈ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോവാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ റിഫ്രാക്റ്റീവ് എററിൽ ഉണ്ടാവുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആണ്. അതിൻ്റെ കാരണങ്ങളിൽ മെയിനായിട്ട് ജനറ്റിക്സ് ആണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികളിൽ വരാനുള്ള സാധ്യത. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ കൂടുതൽ പുറത്ത് കളിക്കാനൊക്കെ വിടുക. ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ, അപ്പോൾ ഫോൺ നോക്കുകയല്ല അല്ലെങ്കിൽ സ്ക്രീൻ നോക്കുക അല്ലെങ്കിൽ പോലും കൂടുതൽ നമ്മൾ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് നിയർ വർക്ക് അല്ലേ കൂടുതൽ ഉണ്ടാവുക. പുറത്തിപ്പോൾ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ പുറത്ത് കൂടുതൽ ആക്ടിവിറ്റീസ് ദൂരെയുള്ള കാണും. അപ്പൊ നമ്മൾ കൂടുതൽ പുറത്തേക്ക് കുട്ടികളെ വിടുക. പിന്നെ ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.